ഇനി അന്തർദേശീയ വാർത്തയിലേക്ക്. ഇസ്രയേലിനും ഹമാസിനുമെതിരെ യുദ്ധത്തിൻ്റെ പേരിൽ പൊതുജനത്തിൻ്റെ രോഷവും പൊട്ടിത്തെറിയുമെന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് വാർത്തകൾ വരുന്നു. റഫയിൽ ഇസ്രയേലി സൈന്യവും ഹമാസും തമ്മിൽ തെരുവ് യുദ്ധം അരങ്ങേറി. ലെബനിൽ നിന്ന് ഹിസ്ബുള്ള വീണ്ടും ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. യുദ്ധം അടുത്തിടെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല. പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. എല്ലാം ഓക്കെ അല്ലേ പി ജെയിംസ്? എല്ലാം ഓക്കെയാണ് എസ് കെ. ഓക്കെ, ജിമ്മിലൊക്കെ പോകുന്നൊക്കെ തുടരുന്നുണ്ടല്ലോ? ജിമ്മിൽ പോകുന്നുണ്ട്. ഒരു യാത്ര കാരണം ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ജെയിംസിന്റെ വരവ് പ്രമാണിച്ച് ചില ആൾക്കാർ ജിമ്മ് വിട്ടു എന്ന് വാർത്തയുണ്ടല്ലോ. ഒരിക്കലും ഇല്ലല്ലോ. ഇല്ല അല്ലേ? ഞാനിത് എല്ലാവരുടെയും ആളല്ലേ. ഓക്കെ, താങ്ക് യു. അത് നന്നായി, അതാ ഇപ്പം നന്നായി തീർച്ചയായിട്ടും. അപ്പം നമുക്ക് പശ്ചിമേഷ്യയിലേക്ക്. എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരും എന്നൊക്കെ ഒരുപാട് വാർത്തകൾ വന്നെങ്കിലും ഇതുവരെ ഒരു എന്താ പറയുക ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ബ്രേക്ക് ത്രൂ ഉണ്ടായി. പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും ഇന്നലെ അവകാശപ്പെട്ടിരുന്നു അതിന് സാധ്യതയുണ്ട്. അത് പക്ഷേ ഹമാസ് ഇതുവരെ അതേക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും തെരുവ് യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ റഫയിൽ തെരുവ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വലിയൊരു സംഭവവാസം ഉണ്ടായിരിക്കുന്ന എസ് കെ, ഇസ്രായേലിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഹമാസിനെതിരെ അങ്ങനെ പറയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ പറയാറില്ല. ഹമാസ് അവർക്ക് വേണ്ടി പൊരുതുന്നു എന്നുള്ള ചിന്തയായത് ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധം 9 മാസം പിന്നിടുകയും ഒരുപാട് പേർ 38,000 പേർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഇത് വേണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു എന്ന് മാത്രമല്ല, പരസ്യമായിട്ട് ഈ പരിക്കേറ്റവരും കുട്ടികളെ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും എല്ലാം എതിരെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹമാസിനെതിരെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒപ്പം തന്നെ TV ചാനലുകൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ബന്ദികളെ വിട്ടയച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ പേർ മരിച്ചുകൊണ്ടിരിക്കും. ഇസ്രായേലിനെതിരെയുള്ള രോഷം അവിടെ നിൽക്കട്ടെ, അത് അവിടെയുണ്ട്. പക്ഷേ ഹമാസ് ഇനി ഈ തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന തരത്തിലൊരു പബ്ലിക് സെൻറ്റിമെൻറ്റ് ഗസയിൽ ഉയർന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിൽ അതിനേക്കാൾ രൂക്ഷമാണ്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇതിൻ്റെ പിറകിലെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ മുഴുവൻ അറിയാം. അധികം മാറാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന് അധികാര കസേരയിൽ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ പ്രശ്നങ്ങളുണ്ട്. ഈ തരത്തിലൊക്കെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും യുദ്ധത്തിനെതിരെയുള്ള വികാരം ശക്തിപ്പെട്ടു വരുന്നു. ഇത് നേതാക്കളുടെ മാത്രം ആവശ്യമാണ് എന്ന തരത്തിൽ ഉള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല ഇസ്രായേലിൽ. ഇവിടെ സാധാരണ അവിടുന്ന് റിപ്പോർട്ടുകൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്ന ടാക്സി ഡ്രൈവർമാരും അതുപോലെ തന്നെ ഈ ഡോങ്കി കാർട്ട് നടത്തുന്ന കഴുതകളെ വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ അവർ ഈ ഹമാസ് നേതാക്കളുടെ പേര് കഴുതക്കിടുന്നു എന്നൊക്കെയുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ആ തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നത് 9 മാസം കഴിയുമ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനിടയിൽ SKN ലെബനോനിൽ നിന്ന് ഈ മണിക്കൂറുകളിലും ഒരുപാട് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തിരിക്കുന്നു. ഹെസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഹമാസിനേക്കാൾ ശക്തിയേറിയ ഒരു സായുധ വിഭാഗം അവർക്കുണ്ട്. അവർ ഇസ്രായേലിനോട് കട്ടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വന്ന് കഴിഞ്ഞ ദിവസം ഹെസ്ബുള്ളയുടെ കമാൻഡർ നാസറിനെ വധിച്ചു. അതിന് പ്രതികാരമായിട്ട് ആദ്യം 100 റോക്കറ്റ് അയച്ചു, പിന്നെ 200. ഇപ്പോൾ എല്ലാ ദിവസവും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുകയാണ്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രം തകർന്നിട്ടുണ്ട്. അവരുടെ ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടുത്തെ 10,000 ജനങ്ങൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ലെബനൻ്റെ ഹെസ്ബുള്ളയുടെ ആക്രമണം പ്രമാണിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. ഇപ്പോൾ ഇസ്രായേലിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ജെയിംസെ, ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് മലപ്പുറം നിലമ്പൂർ തിരുവാലിയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായി. തിരുവാലി കൊട്ടാല പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന ആളുകൾക്ക് നിസ്സാര പരിക്കേറ്റു എന്നും വാർത്ത വരുന്നു. ഇനി മറ്റൊരു വിദേശ വാർത്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആയിരിക്കും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. എന്നാൽ ദൈവം എന്ന് പറഞ്ഞാലല്ലാതെ ഞാൻ മാറത്തില്ല എന്ന് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നുമുണ്ട്. എന്താണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? SKN അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നാടകീയമായ സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടന്ന ഡിബേറ്റിൽ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹം ഉറങ്ങിപ്പോയി. പല കാര്യങ്ങളും യുക്തിസഹജമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന തരത്തിൽ പ്രചരണം വന്നു. സർവേകളിൽ അദ്ദേഹം 49-ന് എതിരെ 41%
എന്ന രീതിയിൽ അദ്ദേഹം പുറകോട്ട് പോയി 8% അദ്ദേഹത്തിന് പിറകിലാണ് അദ്ദേഹം. ആ രീതിയിലൊക്കെ വന്നപ്പോൾ ഇനി ജോ ബൈഡൻ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രചരണം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വന്നിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വലിയ ഫണ്ട് റൈസേഴ്സും ഫണ്ടിങ് ഏജൻസികൾ പറഞ്ഞു ഇനി ഇദ്ദേഹത്തെ വെച്ച് ബെറ്റുവെക്കാനില്ല, സ്ഥാനാർത്ഥി മാറണം എന്നുള്ള ചിന്ത വന്നിരിക്കുന്നു. പാർട്ടിയിലെ പല നേതാക്കളും പരസ്യമായി പറയുന്നു. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പേര് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിൻ്റെയാണ്. ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് ഒരുപാട് ചരിത്രം കുറിച്ച വനിതയാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഒരു വനിത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു ഇന്ത്യൻ വംശജയും അതുപോലെ തന്നെ കറുത്ത വംശജയുമായിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാരി അല്ലാത്തൊരാൾ വരുന്നു. ഇതെല്ലാം ഒന്നാമതാണ്. അവരുടെ പേര് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ. അത് എത്രമാത്രം ശരിയാവുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ജോ ബൈഡൻ വാശി പിടിച്ച് നിൽക്കുകയാണ്, ദൈവം വന്ന് പറഞ്ഞാലല്ലാതെ ഞാൻ മാറില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും ഇത് അടുത്ത 3 മാസം കൂടി ഉണ്ട് ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ. അതിൽ തീരുമാനമാകുന്നത് വരെ എന്തായാലും കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതും ചരിത്രമാവും ട്രംപിനെതിരെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കമലാ ഹാരിസ് മത്സരിക്കുകയാണെങ്കിൽ ട്രംപും കമലാ ഹാരിസും തമ്മിലുള്ള ഒരു വ്യത്യാസം ചെറിയ പെർസെൻറ്റേജിൻ്റെ ആയിരിക്കും. ചെറിയ ശതമാനത്തിൻ്റെ 1%, 1.5% ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മത്സരം മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ കുറച്ചും കൂടിയും ശക്തമായിട്ട് പുറത്തു വരും. എന്ന് മാത്രമല്ല ഈ ഗർഭഛിദ്രം സംബന്ധിച്ചുള്ള വാദങ്ങളിൽ ഭൂരിപക്ഷം സ്ത്രീകളും ഡെമോക്രാറ്റിക് പാർട്ടിയെയും അതിനുവേണ്ടി മത്സരിച്ച കമലാ ഹാരിസിൻ്റെയും കൂടിയാണ്. അപ്പോൾ കമലാ ഹാരിസ് ഒരുപക്ഷെ ചരിത്രം കുറിക്കാൻ സാധ്യതയുണ്ടെന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോ ബൈഡൻ തന്നെയാണ് സ്ഥാനാർത്ഥി. ട്രംപിന് അത്യാവശ്യം ആശ്വസിക്കാൻ വകയുണ്ട്. ഈ അടിക്കടയിൽ ട്രംപ് മുന്നേറുകയാണ്. ട്രംപിനെതിരെ ജയിൽ ശിക്ഷ വരാവുന്ന അവസ്ഥയുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. ട്രംപ് ഇനി കേൾക്കാത്ത പഴികളൊന്നുമില്ല. പക്ഷേ ഇതിനിടയിലും ട്രംപിന് അനുകൂലമായിട്ടൊരു വെളുത്ത വംശജരായിട്ടുള്ള വോട്ടേഴ്സ് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ട്രംപ് തന്നെയാണ് മുന്നിൽ. കമലാ ഹാരിസ് വന്ന് എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിച്ചാൽ മാത്രമേ ഒരുപക്ഷെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ചിത്രം മാറ്റാൻ സാധിക്കുകയുള്ളൂ. നവംബറിലാണ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. SK. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് മറ്റൊരു വിദേശ വാർത്ത കൂടി വരുന്നു. ഇന്ത്യ ചൈന സംഘർഷം പരിഹരിക്കാൻ വീണ്ടും ചർച്ചകൾ ആരംഭിക്കണമെന്ന് രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം തീരുമാനിക്കുന്നു. മാത്രമല്ല റഷ്യയുടെ ഒരു ഇടപെടലും ഇക്കാര്യത്തിലുണ്ട്. രണ്ട് രാജ്യങ്ങളും ഈ സൈനിക പിന്മാറ്റം നടത്തണമെന്ന രീതിയിലാണ് റഷ്യയുടെ ഇടപെടലെന്ന് തോന്നുന്നു. വിവരങ്ങൾ പി. SK. ഇന്ത്യ ചൈന സംഘർഷം 4 വർഷമായി. ഇപ്പോഴും 60,000 വീതം സൈന്യം രണ്ടുപേരുടെ അതിർത്തികളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കോടികളാണ് ഓരോ ദിവസവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം SKയോട് പറഞ്ഞാണ്, അതിർത്തികളിലൊക്കെ സേനാവിന്യാസവും ആയുധപ്പുരകളും ബങ്കറുകളും എന്തൊരു സേനാവിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ കണ്ടത്. ചൈനയുടെ ഭാഗത്ത് നോക്കുമ്പോഴും അവിടെ സൈനികർ മുഴുവൻ റോന്ത് ചുറ്റുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗം സെൻട്രൽ ഏഷ്യയിൽ കസാഖിസ്ഥാനിൽ അസ്താനയിൽ നടന്നതിൻ്റെ യോഗത്തിനിടയിൽ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഉച്ചകോടി നടത്തുന്നു. അതിലും ഈ ചൈനയാണ് പ്രധാന വിഷയമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നാറ്റോ സഖ്യം വാഷിങ്ടണിൽ യോഗം ചേരുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ അടിച്ചു നിന്നാൽ അത് റഷ്യക്കും ദോഷമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും വേണം, ചൈനയും വേണം. ചൈനയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റഷ്യക്ക് വല്ലാത്ത പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇന്ത്യ ചൈന ട്രേഡ് തന്നെ ബാധിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ 20,000 കോടിയുടെ നഷ്ടമെന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷേ ഇന്ത്യയേക്കാൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക വ്യവസ്ഥ വളർന്ന രാജ്യമാണ്. അവിടെ 40 ട്രില്യനാണ് അവരുടെ മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്ക്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 2.8 ട്രില്യണിൽ നിൽക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ചൈന സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. നാവിക ശക്തിയിൽ ചൈന അമേരിക്കയെ കടത്തിവെട്ടി ലോകത്തിൽ 1-ാം നമ്പർ നാവിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം മറികടക്കാൻ ചൈന മാലദ്വീപിനെയും പാകിസ്ഥാനെയും മറ്റു രാജ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് കളിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരുപക്ഷേ ചൈനയുമായിട്ട് ഒരുപാട് ഏറ്റുമുട്ടാൻ പോകുന്നത് ശരിയല്ല എന്ന ചിന്താഗതി ഇന്ത്യയിലെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായിട്ട് ഉള്ള ബന്ധം വളരെ സുപ്രധാനമാണ് ഇന്ത്യക്ക് എന്നുള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ തീരാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ തെളിയുന്നത്. SK.
ഓക്കെ, താങ്ക് യു പി പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.